ശബരിമലയിലെ വഴിപാട് ഉരുപ്പടികൾ സംബന്ധിച്ച കണക്കുകളിൽ വ്യക്തത വരുത്താൻ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി ഓഡിറ്റ് വിഭാഗം. 4 വെള്ളി ഉരുപ്പടികൾ ശബരിമലയിൽ ഉപയോഗിക്കുന്നുവെന്നും ഓഡിറ്റ് വിഭാഗം കോടതിയിൽ റിപ്പോർട്ട് നൽകും. അതേസമയം ശബരിമലയെ തകർക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ ആരോപിച്ചു. കഴിഞ്ഞ ബോർഡിന്റെ കാലത്ത് ചുമതലകൾ കൈമാറുന്ന നടപടിക്രമങ്ങളിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു. സ്വർണമോ മറ്റുരുപ്പടികളോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും സ്വാഭാവികമായ പരിശോധനയാണ് നടന്നതെന്നും പത്മകുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ മറ്റൊരു കുഴപ്പങ്ങളും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടൊരു കാര്യവും ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും പരിശോധനയിൽ എന്തെങ്കിലും കുഴപ്പം കണ്ടെത്തിയാൽ കർശനമായിട്ടുള്ള നിലപാടും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുമാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യുകയോ അതല്ലെങ്കിൽ അയാൾ സ്ഥലം മാറ്റം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അവരുടെ പേരിലുള്ള ചുമതലകൾ പുതിയതായി വരുന്ന ആളിനെ ഏൽപ്പിക്കണമെന്നുള്ളത് സാമാന്യമായ ഒരു നടപടിക്രമമാണ്. ആ നടപടിക്രമം പാലിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ നടപടിക്രമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ദേവസ്വം ബോർഡിൽ ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി കാർത്തിക് ചേരുകയാണ്. കാർത്തിക്, ഈ ശബരിമലയിലെ പരിശോധന, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ഈ പരിശോധന സംബന്ധിച്ച് ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാർ പറയുന്നത് എന്താണ്? ശബരിമല സന്നിധാനത്ത് വഴിപാടായി ലഭിച്ച സ്വർണം, വെള്ളി എന്നിവയുടെ കണക്ക് സംബന്ധിച്ചായിരുന്നു അവ്യക്തതകൾ. ഈ അവ്യക്തതകൾ ഇന്നത്തെ പരിശോധനയോടെ നീങ്ങി എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. ഇന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ പ്രസിഡന്റ് നിലവിലെ വിവാദത്തിലുള്ള വിശദീകരണം ദേവസ്വം മന്ത്രിക്കും നൽകി. ഈ വിശദീകരണത്തിൽ പ്രധാനമായും പറയുന്നത് ശബരിമലയിൽ വഴിപാടായി ലഭിക്കുന്ന സ്വർണം, വെള്ളി എന്നിവ ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 40 കിലോ സ്വർണവും 100 കിലോ വെള്ളിയും 10,413 ഉരുപ്പടികളിലായിയാണ് ഇത്രയും ആഭരണങ്ങൾ. ഇത് അവിടെ തന്നെ ഉണ്ട്. ഇതിൽ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയ റിപ്പോർട്ട്. ഇന്ന് ശബരിമല സന്നിധാനത്ത് ലഭിച്ച വഴിപാടായി ലഭിച്ച ആഭരണങ്ങൾ പരിശോധിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച ഓഡിറ്റ് സംഘവും പത്തനംതിട്ടയിൽ എത്തിയിരുന്നു. ഇവരുടെ പരിശോധനയിലും ക്രമക്കേട് നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ 800ഓളം ഉരുപ്പടികളുടെ കണക്ക് ഹാജരാക്കാൻ അതിന്റെ കൃത്യമായ രേഖകൾ ഇല്ല എന്ന് തെളിയുകയും ചെയ്തു. ഇത് സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾ നടക്കും. എന്നാൽ സ്വർണം നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾ അസംബന്ധമാണെന്നും അത് അടിസ്ഥാനരഹിതമാണെന്നും ദേവസ്വം പ്രസിഡന്റ് വിശദീകരിച്ചു. ഏതായാലും പരിശോധന സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതിയിൽ സമർപ്പിക്കും. മുൻ ദേവസ്വം അക്കൗണ്ടന്റ് അദ്ദേഹം വിരമിച്ച ശേഷം അദ്ദേഹത്തിന് ശമ്പളവും അതോടൊപ്പം തന്നെ വിരമിക്കലടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകിയിരുന്നില്ല. ഇതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അങ്ങനെ നിരവധി ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡിൽ നിന്ന് വിരമിച്ച ശേഷവും ചുമതലകൾ കൈമാറിയിട്ടില്ല. ഇത്തരം ചുമതലകൾ കൈമാറാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ ആഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകളുടെ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കാനും ഇന്നത്തെ ബോർഡ് യോഗം തീരുമാനിച്ചു. ഏതായാലും സ്വർണമോ വെള്ളിയോ മറ്റ് ആഭരണങ്ങളോ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന കാര്യത്തിൽ ആവർത്തിച്ചുള്ള സ്ഥിരീകരണമാണ് ദേവസ്വം ബോർഡ് നടത്തിയത്. അമീന. ശരി, തിരുവനന്തപുരത്ത് നിന്നും VR കാർത്തിക്. ശബരിമലയിൽ വഴിപാടായി ലഭിക്കുന്ന സ്വർണവും വെള്ളിയും നഷ്ടപ്പെട്ടുവെന്ന ആക്ഷേപം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറും തള്ളി. വഴിപാട് വസ്തുക്കൾ സുരക്ഷിതമായാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ 40 കിലോ ഗോൾഡിന്റെയും 100 കിലോ സിൽവറിന്റെയും ഒക്കെ വ്യാജമായ വാർത്ത തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ UDFന്റെ വിജയത്തിന് കാരണമായി. കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന് തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. UDF ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം നിയമസഭയിൽ അവതരിപ്പിച്ച് ഞങ്ങൾ പാസാക്കും. ശബരിമല വിശ്വാസികളെ സംരക്ഷിക്കാൻ വേണ്ടി കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയമായതുകൊണ്ട് കേരള നിയമസഭയിൽ അത്തരമൊരു ബില്ല് അവതരിപ്പിച്ച് UDF ഗവൺമെന്റ് നിയമം പാസാക്കും. ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. ആ വിജയം പൂർണ്ണമായും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് UDF മുന്നോട്ട് പോകും. മുഖ്യമന്ത്രി ശൈലി മാറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ആ ശൈലി അദ്ദേഹം അതേപോലെ തുടരട്ടെ എന്നുള്ള
ആശംസയാണ് എനിക്ക് നൽകാനുള്ളത്. കേരള കോൺഗ്രസ് തന്നെ പരിഹരിക്കും. ഇപ്പോൾ UDF ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് ആരും അവിടെ വിലയിരുത്തിയിട്ടില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം, UDFിലെ എല്ലാ ഘടകകക്ഷികളും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമെന്ന നിലപാടിൽ ഉറച്ച രാഹുൽ ഗാന്ധി. ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ളയാളെ അധ്യക്ഷനായി കണ്ടെത്താൻ രാഹുൽ നേതാക്കളോട് നിർദ്ദേശിച്ചു. എന്നാൽ രാജി തള്ളിയതാണെന്നും പ്രവർത്തക സമിതിയുടെ തീരുമാനങ്ങളെ മാനിക്കണമെന്നുമാണ് AICC നിലപാട്. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പഞ്ചാബ്, ബീഹാർ PCC അധ്യക്ഷന്മാർ രാജിവെച്ചു. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുള്ള രാജി സന്നദ്ധതയിൽ നിന്ന് രാഹുലിനെ പിന്തിരിപ്പിക്കാനുള്ള നേതാക്കളുടെ ശ്രമങ്ങളാണ് പാളുന്നത്. അനുനയ നീക്കങ്ങളുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അഹമ്മദ് പട്ടേലും കണ്ടെങ്കിലും നിലപാട് മയപ്പെടുത്താൻ രാഹുൽ തയ്യാറായില്ല. ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ളയാളെ അധ്യക്ഷനാക്കണമെന്നാണ് രാഹുലിന്റെ നിർദ്ദേശം. അതുവരെ അധ്യക്ഷസ്ഥാനത്ത് തുടരും. പാർട്ടി അധികാരത്തിലുള്ള രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, കർണാടക എന്നിവിടങ്ങളിലെ ദയനീയ പരാജയത്തിൽ അസ്വസ്ഥനാണ് രാഹുൽ. പ്രചാരണത്തിൽ മുതിർന്ന നേതാക്കളുടെ പിന്തുണ ലഭിച്ചില്ലെന്ന് പ്രവർത്തക സമിതിയിൽ അദ്ദേഹം തുറന്നടിച്ചിരുന്നു. രാജിയിൽ രാഹുൽ ഉറച്ചു നിൽക്കുന്നതായുള്ള വാർത്തകൾ AICC തള്ളി. പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള പൂർണ്ണ അധികാരം രാഹുൽ ഗാന്ധിക്കുണ്ടെന്നാണ് വാർത്താക്കുറിപ്പിൽ AICC വിശദീകരണം. അതേസമയം പഞ്ചാബിൽ പരാജയപ്പെട്ട PCC അധ്യക്ഷൻ സുനിൽ താക്കർ രാജിവെച്ചു. ന്യൂസ് 18 ഡൽഹി. തിരഞ്ഞെടുപ്പ് വിജയത്തിന് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം മണ്ഡലമായ വാരാണസിയിൽ. രാജ്യത്തിന് പ്രധാനമന്ത്രിയാണെങ്കിലും മണ്ഡലത്തിലെ പ്രവർത്തകർക്ക് സേവകനാണ് താനെന്ന് മോദി പറഞ്ഞു. ചിലർ BJPയോട് രാഷ്ട്രീയമായ തൊട്ടുകൂടായ്മ കാണിക്കുന്നു. കേരളത്തിലടക്കം പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ BJP പ്രവർത്തകർ കൊല ചെയ്യപ്പെടുകയാണെന്നും മോദി പറഞ്ഞു. വിജയത്തിളക്കത്തിൽ സ്വന്തം മണ്ഡലത്തിലെത്തിയ പ്രധാനമന്ത്രിയെ BJP പ്രവർത്തകർ മോഡി വിളികളോടെയാണ് സ്വീകരിച്ചത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നരേന്ദ്രമോദിയും BJP അധ്യക്ഷൻ അമിത്ഷായും പൂജകൾ നടത്തി. പ്രധാനമന്ത്രി എന്നതിനേക്കാൾ വാരണാസിയിലുള്ളവർക്ക് MPയും സേവകനുമാണ് താനെന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് മോഡി പറഞ്ഞു. BJPയോട് ചിലർക്ക് തൊട്ടുകൂടായ്മയാണ്. കേരളത്തിലും ബംഗാളിലും BJP പ്രവർത്തകർ കൊല ചെയ്യപ്പെടുന്നു. हमारे सैकड़ों कार्यकर्ताओं ने शहादत मोल ली है, उनकी हत्याएं हुई. जब त्रिपुरा में चुनाव चल रहा था, बंगाल में, केरल में हमें मौत के घाट उतार दिया जाता. ये हमारे सामने बहुत बड़ा संकट है. ഇന്നലെ ഗുജറാത്തിൽ അമ്മയെ സന്ദർശിച്ച ശേഷമാണ് നരേന്ദ്രമോദി വാരണാസിയിലെത്തിയത്. ന്യൂസ് 18 ഡൽഹി. 17ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ജൂൺ 6-ന് വിളിച്ചു ചേർക്കാൻ തീരുമാനം. സ്പീക്കർ തിരഞ്ഞെടുപ്പ് 10-ന് നടക്കും. 6-നും 7-നുമായി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടക്കും. പാർലമെന്റ് സമ്മേളനത്തിന്റെ തീയതികൾ സംബന്ധിച്ച അന്തിമ തീരുമാനം വ്യാഴാഴ്ചയുണ്ടാകും. ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. During its last 5 years of rule and the hardships imposed through demonetization, through GST, through the price rise, through various unemployment, the farmers' crisis, all these issues were live issues on which people were concerned. But all this could be pushed into the background by the alternative narrative that they projected. And that was a narrative built around communal nationalistic jingoism and the fight against terrorism post-Pulwama. And on the basis of that narrative, they were successful in pushing this back, the agenda of the people's livelihood issues. How this happened was that is an important factor, that this happened through the build-up of the persona of Narendra Modi, and this was done through a host of methods. One was, of course, the effective use of technology and its instruments or tools of messaging, backed by big data analytics, where individual preferences of individual people were all identified and the messaging was made appropriate to it, and by very micro level social engineering. And this micro level social engineering, for example, what happened in the assembly elections in UP, where you had the
Yadav backwards and the non-Jatav Dalits, specifically targeted each micro caste group, and by mobilizing that, they could also break the formidable alliance of SP-BSP's control. Now, this was all possible because of the massive use of money power. And we have not witnessed an election like the 2017 election, where money power played a very, very big role. And also, there were other factors like the Election Commission's role that also permitted the build-up of such a persona narrative as a personal narrative. And naturally, all this work was assisted by the vast network of the RSS affiliated organizations and the NGOs. As far as the left is concerned, these elections have resulted in a big erosion in our strongholds, particularly in Tripura, Bengal, and to some extent in Kerala. The Politburo discussed the initial reports from the secretariats of the important states that are represented in the Politburo and have come to certain formulations that will now be presented to the Central Committee that is meeting from the 7th to the 9th of June. In the meanwhile, before the Central Committee meeting, the party state committees of Bengal, of Kerala, of Tripura, and of all the other states will also be meeting, and they will give their more detailed analysis and a self-critical appraisal of why this sort of an election result has emerged, what are their opinions. And based on the Politburo's discussions and our proposals today and those reports, the Central Committee will do a thorough self-critical introspection. The Politburo believes that these elections call for a thorough examination and also for drawing the proper lessons so that this experience can help us in actually strengthening the independent base of the party and our capacities for political intervention through the unleashing of popular struggles. The struggles growing and not reflected in electoral voting, that has happened due to various factors that I mentioned of how they successfully managed to change the narrative. That will also be addressed and how this can be resisted and what are the measures that will have to be taken. So our objective would be to self-critically identify our shortcomings, draw the proper lessons to rectify the situation that is there before the left in the country, and on that basis to further strengthen the left and its popular political intervention capacities. That is an exercise that we will undertake in the Central Committee, and a proper report will be prepared, and after that all of you will also naturally will come to know of what are the specific and concrete measures that we are going to undertake. The other factor that the Politburo noted was that in our strongholds, particularly in Bengal and Tripura, these elections were held in an atmosphere of terror and violence. In one of the two seats in Tripura, nearly 85% of the polling booths were actually rigged. More than 50% of the polling booths, there was a demand by opposition, not only left and the other opposition, that they should be repolling. The Election Commission has held repoll in about 10% of the seats, but that still is the largest anywhere in the country. But that did not really solve the problem, because the manner in which the booths were captured, and that is all there in social media and visuals. But then, unfortunately, the Election Commission did not heed to implement their own promise of a free and fair election.
Both in Bengal and Tripura, we have lost lives of our comrades in these elections. 2 in Bengal, 1 in Tripura, and many are now critically in the hospital, critically being treated in the hospitals. Post-poll violence continues. In Bengal, this is reaching a dangerous dimension of actually leading up to communal clashes, and that will be very, very dangerous for the future. Now, post-election, again we have noted, not only is post-election violence in these states that's continuing, but post-violence, these reports that are emerging of attacks on religious minorities like from Gurgaon, from Madhya Pradesh, in the name of beef eating or in the name of assaulting cows. I mean, these sort of incidents that are happening is an ominous sign for the future. These incidents can go completely contrary to what the Prime Minister-elect now has assured the NDA MPs in the Parliament and through that to the nation, that his new government will be working on the principle of inclusivity and in generating confidence in all sections of the people. Sabke saath, sabka vishwas. This was the slogan that was given. But these sort of incidents, that vishwas that has to be there, I mean, it just goes completely contrary and opposite of that. So clearly, these are indications that there are very, very big challenges ahead. And these challenges, according to us, pertain to 4 basic areas. One is to safeguard the constitutional republic, its secular democratic foundations. Second, to safeguard the constitutional institutions, the institutions under our constitution, from being further eroded, and to restore their constitutional authority, right from the judiciary, from the parliament downwards to all other constitutional authorities. What we have seen in the last 5 years, that has to be stopped and their authority restored. Thirdly, in safeguarding people's rights and civil liberties. The election campaign was full of all this Tukde gang and all these attacks on the freedom of expression, etc. Now, this is an issue of concern for the future. So this is the third aspect on which the challenge has to be met. And the fourth, and most important, is on the livelihood issues of the people. Already reports are that the petroleum prices have now been hiked again today. So once the elections are over, further attacks on the livelihood status of the people will mount. So in defense of those livelihood issues, so on these 4 issues, the CPIM will initiate with all of the forces who are willing to come forward to actually rise unitedly to protect these 4 aspects and to meet the challenges on these 4 dimensions. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ചയുണ്ടായി എന്നാണ് PB യോഗത്തിന് ശേഷം സീതാറാം യെച്ചൂരി മാധ്യമങ്ങളോട് പറഞ്ഞത്. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കനത്ത പരാജയമുണ്ടായാൽ മുഖ്യമന്ത്രി രാജിവെക്കുന്നത് ഒരു കീഴ്വഴക്കമാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ. CPM പോളിറ്റ് ബ്യൂറോയിലെ ചർച്ച കേരള മുഖ്യമന്ത്രിക്കെതിരാണ്. എന്നിട്ടും മാറാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. പിണറായി വിജയൻ തന്റെ നിലപാട് പുനഃപരിശോധിക്കണമെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരായി ജനവികാരമുണ്ടായാൽ, കനത്ത ജനവികാരമുണ്ടായാൽ രാജിവെക്കുക, മിനിമം മുഖ്യമന്ത്രിയെങ്കിലും, നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയെങ്കിലും മാറുക എന്ന ഒരു കീഴ്വഴക്കമുണ്ട്. ഇന്നലത്തെ പോളിറ്റ് ബ്യൂറോയിലെ ചർച്ച മുഖ്യമന്ത്രിക്കെതിരാണ്. ആ എതിരായ ഒരു കൺക്ലൂഷനിൽ പാർട്ടി എത്തിയിട്ടും തിരുത്താൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ധിക്കാരവും കേരളത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിനും പാരമ്പര്യത്തിനും എതിരാണ്.
നിയമസഭയിൽ കെ.എം. മാണിയുടെ സീറ്റ് പി.ജെ. ജോസഫിനായി ആവശ്യപ്പെട്ടതിനെ ചൊല്ലി കേരള കോൺഗ്രസിൽ കടുത്ത പ്രതിസന്ധി. മോൻസ് ജോസഫിന്റെ നടപടിക്കെതിരെ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും പരസ്യമായി രംഗത്ത് വന്നു. പി.ജെ. ജോസഫിന് താൽക്കാലികമായി സീറ്റ് അനുവദിച്ചെങ്കിലും ജൂൺ 9 മുൻപ് നേതാവിനെ തിരഞ്ഞെടുത്ത് അറിയിക്കണമെന്ന് സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കി. ആഭ്യന്തര പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം മാണി വിഭാഗത്തിന് നിർദ്ദേശം നൽകി. താൽക്കാലിക ചെയർമാൻ സ്ഥാനം മറയാക്കി ജോസഫ് വിഭാഗം അനാവശ്യ അധികാര പ്രയോഗങ്ങൾ നടത്തുന്നു എന്നതാണ് ജോസ് കെ മാണിക്ക് ഒപ്പമുള്ളവരുടെ ആരോപണം. മോൻസ് ജോസഫ് സ്പീക്കർക്ക് കത്ത് നൽകിയതിനെതിരെ പരസ്യമായിട്ടാണ് മാണി ഗ്രൂപ്പ് രംഗത്ത് വന്നത്. മോൻസ് ജോസഫ് കൊടുത്ത കത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കേണ്ടതല്ലേ? പാർലമെന്ററി പാർട്ടി ലീഡറിനെ തെരഞ്ഞെടുക്കേണ്ടത് ചെയർമാന്റെ അധ്യക്ഷതയിലായിരിക്കണം. ചെയർമാനെ തെരഞ്ഞെടുത്തതിന് ശേഷമാണ് അത് അതിന് രൂപം കൊടുക്കുന്നത്. കത്തയച്ചത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് എന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ വിശദീകരണം. ഒരു സ്വാഭാവിക നടപടിക്രമം എന്ന നിലയിൽ പാർട്ടിയുടെ ഇപ്പോൾ ചെയർമാന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ പി.ജെ. ജോസഫ് സാറ് നിർദ്ദേശിച്ചത് പ്രകാരം ഇക്കാര്യത്തിൽ സ്പീക്കറുടെ ഓഫീസിലേക്ക് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർക്ക് ഞാൻ കത്ത് നൽകുകയുണ്ടായി. ഇതിനിടെ ലയന സമയത്തെ ധാരണകളും പാർട്ടിയിലെ തന്നെ സീനിയോറിറ്റിയും ഓർമ്മപ്പെടുത്തി പി.ജെ. ജോസഫ് രംഗത്ത് വന്നു. മാണി സാറിന്റെ കാലത്തുണ്ടാക്കിയ മാണി സാറ് ചെയർമാൻ, ലീഡർ, ഞാൻ ഡെപ്യൂട്ടി ലീഡർ, ആ കാര്യം മാത്രം അറിയിച്ചു. കെ.എം. മാണിയുടെ സീറ്റ് പി.ജെ. ജോസഫിന് താൽക്കാലികമായി അനുവദിച്ചെങ്കിലും ജൂൺ 9 മുൻപ് നേതാവിനെ തിരഞ്ഞെടുത്ത് അറിയിക്കണമെന്നാണ് സ്പീക്കറിന്റെ നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം.